നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്നത് നിങ്ങൾ എപ്പോഴും ചെയ്യുക. നമ്മൾ ഭയപ്പെടുന്ന പല കാര്യമുണ്ട്. പല കാര്യവും ഭയപ്പെടുന്നത് കൊണ്ട് നമ്മൾ ചെയ്യില്ല. എന്നാൽ ജീവിതത്തിൽ എന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യാൻ ഭയപ്പെടുന്നത് എന്താണോ അത് എപ്പോഴും ചെയ്യുക. ചെയ്യാൻ ഭയപ്പെടുന്നത് എപ്പോഴും അസാധ്യത എന്ന് ചിന്തിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ നമ്മെ ശക്തനാക്കുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സകലത്തിലും മതിയാകുന്നു. ബൈബിളിൽ മുഴുവനും ചെയ്യാൻ ഭയപ്പെട്ട കാര്യങ്ങൾ ചെയ്തവരാണ്. കർത്താവേ, അത് നീ ആണെങ്കിൽ എനിക്കും ഈ കടലിൻ്റെ മീതെ ഒന്ന് നടക്കണം. ചെയ്യാൻ ഭയപ്പെടുന്ന കാര്യമാണ്. കാറ്റും കോളും കണ്ട് ഈ നടക്കാൻ തുടങ്ങിയ പത്രോസ് മുങ്ങിത്തുടങ്ങി. കർത്താവ് കയ്യെ കയറി പിടിച്ചിട്ട്, അല്പവിശ്വാസിയെ എന്തിന് സംശയിച്ചു? കർത്താവ് വഴക്ക് പറഞ്ഞത് ഒരാളെ പറഞ്ഞുള്ളൂ. വള്ളത്തിൽ ബാക്കി 11 പേരുണ്ട്, അവരെ ഒരു വഴക്കും പറഞ്ഞില്ല. നടക്കുന്നവരെ വഴക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. വള്ളത്തിൽ 11 കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്. വള്ളത്തിലാ നിൽക്കുന്നേ. പത്രോസോ വെള്ളത്തിലാ നിൽക്കുന്നേ. ചെയ്യാൻ ഭയപ്പെടുന്നത് എപ്പോഴും ചെയ്യുക. അവിടെ കർത്താവിൻ്റെ കരമുണ്ടാകും. ചെയ്യാൻ ഭയപ്പെടാൻ കാരണം നമുക്കത് കഴിയില്ല. അവിടെ കർത്താവ് കൈപിടിച്ച് നടത്തും. ഈ ഒരു വെളിപ്പാടിൽ ജീവിക്കുവാൻ ഇന്നു മുതൽ യേശു കർത്താവ്, ജീസസ് എവരിഡേയിൽ നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇന്ന് നമ്മൾ 12-ാമത്തെ അധ്യായത്തിലോട്ട് വരികയാണ്. 11-ാം അധ്യായം അന്ത്യോക്യ സഭയെക്കുറിച്ചാണ് ഒടുവിലത്തെ ഭാഗത്ത് പറഞ്ഞത്. ഭയങ്കര ഉണർവുള്ളൊരു സഭയുണ്ടായി വന്നു. ആ സഭ മുഖാന്തരം യെരുശലേം സഭയുടെ കഷ്ടപ്പാടുകൾ മാറ്റി. ആ സഭ മുഖാന്തരം രാജ്യങ്ങളെ സ്വാധീനിച്ചു. അനേക ദൈവദാസന്മാർ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. അപ്പോസ്തല പ്രവൃത്തി 13 വായിക്കുമ്പോൾ ശൗല്, ബർന്നബാസ്, പിന്നെ വലിയ വലിയ ആൾക്കാരെല്ലാം അവിടെ ഇരുന്ന് ഉപവാസവും പ്രാർത്ഥനയാണ്. അങ്ങനത്തെ ഒരു സഭ. അവിടെ നിന്നാണ് ബർന്നബാസും ശൗലും അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് കയറി വരുന്നത്. ചെറിയൊരു ശുശ്രൂഷകൻ അന്ത്യോക്യ സഭയിൽ വന്നിരുന്നാൽ വലിയ ശുശ്രൂഷകരായി എഴുന്നേറ്റ് പോകും. പിന്നീട് നമ്മൾ പൗലോസിന്റെ മിഷണറി യാത്ര വായിക്കുമ്പോൾ അതെല്ലാം ഈ അന്ത്യോക്യ സഭയിൽ നിന്ന് ആരംഭിച്ചതാണ്. പൗലോസും ശീലാസും ഒരു വഴിക്ക് പോകുന്നു, ബർന്നബാസും മർക്കോസും മറ്റൊരു വഴിക്ക് പോകുന്നു, ഭൂഖണ്ഡങ്ങളെ ഇളക്കാൻ പോകുന്നു. ഇതെല്ലാം എവിടെ നിന്നാണ്? അന്ത്യോക്യ സഭയിൽ നിന്നാണ്. ഉപവാസവും ആരാധനയും പ്രാർത്ഥനയും ഭക്തിയും. വിശ്വാസത്തിന് നല്ല വില കൊടുത്താൽ അതിൽ നിന്ന് പലതും ഉളവായി വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അന്ത്യോക്യ സഭ. ഇനി നമുക്ക് അന്ത്യോക്യ സഭയിൽ നിന്ന് യെരുശലേമിലെ സഭയിലേക്ക് വരാം. ലൂക്കോസ് 12-ാം അധ്യായം എഴുതുമ്പോൾ യെരുശലേമിലെ സഭയെക്കുറിച്ച് പറയുകയാണ്. ആ കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. യെരുശലേമിലെ സഭയിൽ ഭീകരമായ പ്രതികൂലം. സ്തേഫാനോസിന്റെ സീസണിൽ ഭയങ്കര ഒരു പ്രതികൂലം ഉണ്ടായി. അടുത്തത് ഹേരോദ രാജാവ്, ഭരണാധികാരി അഴിച്ചുവിടുന്ന ഒരു പ്രതികൂലം. അങ്ങനെ ആ പ്രതികൂലത്തെയാണ് നമ്മളവിടെ കാണുന്നത്. യാക്കോബിന്റെ സഹോദരനായ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക്, 3-ാം വാക്യം, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ചു. യഹൂദൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്തുതി, സ്തുതിക്കുന്നവർ. അവർ മുമ്പിൽ പോയി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ സ്തുതിക്കുന്നവർ മുന്നിൽ പോയതുകൊണ്ട് യുദ്ധം ജയിച്ചു. അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കില്ല എന്ന് മൊർദെഖായിയെ കുറിച്ച് ആ ഹാമാന്റെ ഭാര്യ പറയുന്നുണ്ട്, സേരസ് പറയുന്നുണ്ട്. യഹൂദൻ തോൽക്കില്ല, കാരണം ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. എന്നാൽ ഇവിടെ ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്നവരായിട്ട് സ്തുതിക്കുന്നവർ മാറി. യേശു സ്വന്തത്തിലേക്ക് വന്നു, യഹൂദന്മാരുടെ അടുക്കലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല.
അവർക്കിട്ട പേര് പോലും വേസ്റ്റായി പോയില്ലേ? മാനവജാതിയുടെ രക്ഷകൻ അവരുടെ അടുക്കലേക്ക് ആദ്യം ചെന്നിട്ട് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന്. അഹങ്കാരത്തിന്റെ കൊടുമുടിയിലല്ലേ അവര്. ദാരിദ്ര്യവും കഷ്ടപ്പാടും വ്യാധികൾ കൊണ്ട് നിറഞ്ഞ സമയത്തല്ലേ യഹൂദന്മാരുടെ അടുക്കലേക്ക് യേശു കർത്താവ് ചെന്നത്. യേശുവിനെ കൊല്ലാൻ എന്തെല്ലാം പരിപാടി അവർ നോക്കി. അന്നും ഒരു ഹേരോദാവ് യേശു കുഞ്ഞിനെ കൊല്ലാൻ നോക്കി, കിട്ടിയില്ല. പിന്നത്തേതിൽ യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് മറ്റൊരു ഹേരോദാവ് പീലാത്തോസുമായിട്ട് കൂട്ടായി. ഇപ്പോഴും ദൈവസഭയ്ക്കെതിരെ വേറൊരു ഹേരോദാവ് എഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഇങ്ങനെ കുറേ ഹേരോദാക്കന്മാരുണ്ട്. അതവരുടെ ഫറവോ 1, ഫറവോ 2, ഫറവോ 3 ഇങ്ങനെ പറയുന്ന പോലെ, മാർപ്പാപ്പ 1-ാമൻ 2-ാമൻ എന്നൊക്കെ പറയുന്ന പോലെ ആ കാലത്ത് ഹേരോദാവ് 1, 2, 3 ഇങ്ങനെ കിടക്കുക. ഇവരെല്ലാം ഇങ്ങനെ വാഴുമ്പോൾ അവർക്കൊരു സന്തോഷം. എന്താണ്? ദൈവസഭയെ ഒന്ന് ഉപദ്രവിച്ചാലോ, കാരണം തിരിച്ചാരും ഒന്നും ചെയ്യില്ല. ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കും. പിന്നെ ചർച്ചിനകത്ത് കയറി തീയിട്ടാലും തല്ലിയാലും തിരിച്ചൊന്നും ചെയ്യില്ല. വേറെ ഏതെങ്കിലും മതക്കാരുടെ പള്ളിയിലോ അമ്പലത്തിലോ കയറി അടിയോ തീവെപ്പോ നടത്തോ ഇല്ല. കാരണം എന്താ? തിരിച്ചടിയുണ്ട്, അവനെ ചാമ്പലാക്കി കളയും. എന്നാൽ യേശുക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിച്ചാൽ സഭ തിരിച്ചൊന്നും പറയില്ല. ഇത് പലർക്കും ഒരു എളിതരമാണ്. എളിതരം ഉള്ളിടത്ത് വാദം കോച്ചുവെന്ന് ഇങ്ങനൊരു ചൊല്ലുണ്ട്. ഇതുപോലെ ഇവിടെ ആരെന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് ഹേരോദാവ് കൊല്ലിച്ചു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി. യഹൂദന്മാർ പറഞ്ഞു, നല്ല കാര്യം, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ, സഭയ്ക്ക് ദോഷം ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് പ്രസാദമാകും. സഭയെ ദ്രോഹിക്കാൻ ചിലർക്ക് കഴിയുന്നില്ല. എന്നാൽ ചിലരത് ചെയ്താൽ അവർക്ക് വോട്ട് കിട്ടും. അത് അന്നും ഇന്നും നടക്കുന്ന കാര്യമാണ്. എന്നാൽ 4-ാമത്തെ വാക്യത്തിൽ അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തെ ഏൽപ്പിച്ചു. എന്നാൽ ഒരു കാര്യം നടന്നു. 5-ാം വാക്യം, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും. സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭയുടെ പ്രാർത്ഥന അവിടെയാണ് ശക്തിപ്പെട്ടത്. അതായത് ജീവിതത്തിൽ ഒരു വിഷയം വന്നു, അത് വന്നുപോയി, സമ്മതിച്ചു. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്. അപ്രതീക്ഷിതമായൊരു സംഭവം, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു എന്ന് കരുതി പത്രോസിനെ പിടിച്ചപ്പോൾ സഭയ്ക്ക് മനസ്സിലായി, ഞങ്ങൾ ഒരുങ്ങിയിരുന്നില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, എന്നാൽ ഇനി ഒരാളെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു പ്രശ്നം ഞങ്ങളുടെ വീട്ടിൽ വന്നു, എന്നാൽ അടുത്ത പ്രശ്നത്തെ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു അനർത്ഥം ഞങ്ങളുടെ വീട്ടിൽ വന്നു, അടുത്ത അനർത്ഥം ഞങ്ങൾ അനുവദിക്കില്ല. ഒരു വേദന ഞങ്ങളുടെ വീട്ടിൽ വന്നു, അടുത്ത വേദനയെ ഞങ്ങൾ അനുവദിക്കില്ല. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ചിലർ ആ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമെങ്കിൽ തുടർന്ന് വായിക്കുന്ന അത്ഭുതങ്ങളെല്ലാം ആ വീടിനും സംഭവിക്കും എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്. ഒന്ന് സംഭവിച്ചു എന്ന് കരുതി രണ്ടാമത് സംഭവിക്കാൻ അനുവദിക്കില്ല. ഒരു പ്രശ്നം പറ്റിപ്പോയി, വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചില്ല, വേണ്ട രീതിയിലൊന്നും ഒരുങ്ങിയില്ല, ഉണർന്നിരുന്നില്ല. അതായത് കള്ളൻ ഏത് നേരത്ത് വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഉണർന്നിരുന്ന് അരമന കാക്കുന്നതിനെ കുറിച്ച് യേശു പഠിപ്പിച്ചു. ഇതുപോലെ
പ്രാർത്ഥന എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്ന കാവൽക്കാരൻ്റെ ജോലിയാണ്. കാവൽക്കാരാ രാത്രി എന്തായി? എന്നാൽ അവര് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനൊരു ഉപദ്രവം വന്നത്. അതുകൊണ്ട് ദൈവസഭ അറിയേണ്ടത്, എപ്പോഴും ഒരു പ്രാർത്ഥനയിലും ഉണർവിലും ആയിരുന്നില്ലെങ്കിൽ അയ്യോടാ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ഒരു ജീവിത ശൈലിയാകണം. ഞാൻ ദൈവസഭയുടെ കാവൽക്കാരനാണ്. ഞാൻ എൻ്റെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്കറിയാവുന്ന പേരെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും എന്ന് ഒരു തീരുമാനം ഇത് കേൾക്കുന്ന നിങ്ങൾ അതെടുക്കണം. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി ഒരു കാവലേൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അതായത് ഒന്ന്, പ്രാർത്ഥന അറിഞ്ഞിരിക്കാൻ. ഒന്ന്, നമ്മോട് ഏറ്റവും ചേർന്നിരിക്കുന്ന, ഇങ്ങനെ കൈവെക്കുമ്പോൾ നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന വിരലാണ് പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ തള്ളവിരൽ. നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട്, നമ്മെ നടത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചൂണ്ടുവിരൽ, നമ്മളെ പഠിപ്പിച്ച, നമുക്കറിയാവുന്ന, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച എല്ലാവർക്കും വേണ്ടി, നമ്മെ ഈ നിലയിലെത്താൻ ഉപയോഗിച്ച മാതാപിതാക്കൾ, അധ്യാപകരാണ്, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. മൂന്ന്, ഗവൺമെൻറ് ഉന്നത നിലയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ സഭാ നേതൃത്വത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി എല്ലാം കാവലേൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അടുത്ത വിരലാണ് മോതിര വിരലെന്ന് പറയും. ബലഹീനമായൊരു വിരലാണ്. ഈ വിരലിന് ഇത്തിരി ബലം കുറവാണ്. മറ്റുള്ള എല്ലാ വിരലിനേക്കാൾ ഇത്തിരി ബലം കുറഞ്ഞ വിരലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കി. ബാക്കി ചെറിയ ആളൊക്കെ വലിയ പുള്ളിയാണ്. ചെവിയിലൊക്കെ ഇട്ട് തിരിച്ച ആൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ വിരൽ ഇതിൻ്റെ ഇടയിലായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചു പോയത്. ഇദ്ദേഹത്തിന് ജോലിയും കുറവാണ്. അപ്പം ബലഹീനൻ, രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയും ക്ഷീണിതരായിട്ടുള്ളവർക്ക്, സാമ്പത്തികമായി തകർന്നു കിടക്കുന്നവരും, ഡോക്ടർമാർ കൈവിട്ടവർ, ഇതെല്ലാം കൂടി ബലഹീനരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെല്ലാം വെന്റിലേറ്ററിൽ നിന്ന്, ICUവിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരണം. കർത്താവിൻ്റെ കരം ഇറങ്ങണം, കർത്താവിൻ്റെ കരം ചലിക്കണം. അങ്ങനൊരു പ്രാർത്ഥന എല്ലാ കുടുംബങ്ങളിലും, കുടുംബങ്ങൾക്ക് വേണ്ടിയും അപ്പോൾ തന്നെ സഭയ്ക്ക് വേണ്ടിയും ഉണ്ടാകണം. നമ്മൾ കൂടി വരുന്ന കൂടിവരവിൽ അനർത്ഥങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. അങ്ങനൊരു പ്രാർത്ഥന. 4, 5, ഏറ്റവും ഒടുവിൽ നമുക്ക് വേണ്ടി, ഈ എളിയവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളാണല്ലോ ഏറ്റവും ചെറിയവൻ. മുമ്പിലുണ്ടല്ലോ പൗലോസ് പറഞ്ഞ പോലെ, ഈ ചെറിയവൻ, എല്ലാവരിലും ചെറിയവൻ. അപ്പോൾ ഏറ്റവും അടുത്തുള്ളവർ, നമ്മെ നടത്തിയവർ, നേതൃത്വ നിരയിലുള്ളവർ, ബലഹീനരായിട്ടുള്ളവർ, നമ്മൾ. ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം മുടങ്ങാതെ പ്രാർത്ഥിച്ചിട്ടേ ഉറങ്ങാവൂ. നമ്മൾ പ്രാർത്ഥന കൊണ്ടൊരു കാവൽ വെക്കണം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് സംഭവിച്ചത്, ഒരു ദൂതൻ ആ പത്രോസ് കിടക്കുന്ന ജയിലിനകത്തിറങ്ങി. അതിനെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പത്രോസിനെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. പത്രോസിന്റെ ഒരു രോമത്തെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. പത്രോസ് പുറത്തു വന്നു. കാരണം പ്രാർത്ഥിക്കുന്നൊരു സഭയുണ്ടോ, ഏത് പ്രശ്നത്തിൽ കിടക്കുന്നവർ പുറത്തു വരും. ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം പറ, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ പുറത്തു വരും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ നിങ്ങൾ അയച്ചു തരുമെങ്കിൽ, അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഞങ്ങളത് ശ്രദ്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ അത് പ്രാർത്ഥനയായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നേരിട്ട് മെസ്സേജിൽ അയക്കുക. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന്, ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്നവരുടെ പ്രാർത്ഥന വിഷയം വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം, വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് പുറത്ത് വരണം. അതിനാണല്ലോ നമ്മളെ ഒരുമിച്ച് കർത്താവ് ഇങ്ങനെ കണക്ട് ചെയ്തത്. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിൽ പ്രൈസ് ജനറേഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ പുറത്തു വരും. എത്ര വലിയ കഷ്ടത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, കടക്കണിയിൽ നിന്നും, കുടുംബ പ്രശ്നത്തിൽ നിന്നും, തലമുറയുടെ വിഷയത്തിലും നിങ്ങൾ പുറത്തു വരും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും പ്രതിസന്ധികളിൽ നിന്നും, വേദനകളിൽ നിന്നും ഇവർ പുറത്തു വരട്ടെ. ഒരത്ഭുതം സംഭവിക്കട്ടെ. ഇവരുടെ സ്ഥിതികൾ മാറട്ടെ.
ഇവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ. അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, ഒരു വലിയ ദൈവപ്രവൃത്തി ഈ കുടുംബങ്ങളിൽ സംഭവിക്കാൻ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപവരോടുകൂടി ഇരിക്കണമേ. അത്ഭുതങ്ങൾ നടക്കട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഇവരേത് വിഷയത്തിൽ ഭാരപ്പെടുന്നു അതിന്മേൽ കർത്താവിൻ്റെ കരം ചലിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നിരന്തരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാളെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. രാവിലെ 10:30 ആലപ്പുഴ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച്. കടന്നു വരാൻ കഴിയുന്നവർ വരിക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുക. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് കാണാം. ആമേൻ. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. 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 നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. പാപത്തിനടിമയാ, പാപത്തിനടിമയാ തല താഴ്ത്തി നിന്ന എന്നെ അൻപുള്ള കൺകൾ കണ്ടേ. ചങ്കിലെ ചോരയാൽ മറുവില നൽകിയെന്നെ യജമാനൻ സ്വന്തമാക്കിയേ. പാപത്തിനടിമയായി തല താഴ്ത്തി നിന്ന എന്നെ അൻപുള്ള കൺകൾ കണ്ടേ. ചങ്കിലെ ചോരയാ മറുവില നൽകിയെന്നെ
വെളിച്ചമായി